എൻ്റെ വീട് പനച്ചപ്പള്ളി വീടല്ല. ഓക്കെ. ഭർത്താവ് എന്നെ എടുക്കുന്നു? പപ്പ പെയിൻറ്റിങ്ങാ. അനിത, എൻ്റെ പേര് അനിത. ഭർത്താവിൻ്റെ പേര് ജസ്ലി എന്നാ. അതായത് ഈ മകളിനോട് പറഞ്ഞത് നമ്മുടെ ഭർത്താവിന് ചെറുപ്പം മുതൽ തന്നെ എപ്പിലെപ്സി ആയിരുന്നു. ഇവർ ക്രിസ്ത്യൻ ധ്യാന മന്ദിരത്തിൽ എന്നാ വന്നത്? 2015. 2015 വന്ന് അവിടെ വന്ന് ധ്യാനം കൂടി. കർത്താവ് ഇമ്മയുടെ ഭർത്താവിനെ സ്പർശിച്ചു. അതിനുശേഷം ഇന്ന് വരെ എപ്പിലെപ്സി ഉണ്ടായിട്ടില്ല. 9 വർഷമായി എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാ. 9 വർഷമായിട്ട് ജീവിത പങ്കാളിക്ക് എപ്പിലെപ്സി പിന്നെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഇനി അടുത്ത സാക്ഷ്യം കിട്ടു. ഈ കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കുമെന്ന് ഇവിടെ വന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ വെച്ച് ധ്യാനഗതി ഒന്ന് പഠിച്ചു. കുഞ്ഞിൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ആണോ മോളെ? ആണോ? ശരിയാണോ? മോളുടെ പേരെന്താ? ജസ്റ്റിനയുടെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് മുഴ വറ്റിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മോൻ്റെ പേരെന്താ? ജോഷുവയുടെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ചേച്ചി എന്നെ പറഞ്ഞു. ജോഷുവായ അവനെ 4 പഠിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവന് മാർക്ക് ഒന്നിനും ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇവൻ മന്ദബുദ്ധി, അവൻ പഠിക്കത്തില്ല, ഇവൻ ഇങ്ങനെ മന്ദബുദ്ധി ആയിട്ട് നടക്കുക. അതായത് ഈ എല്ലാവരും പറയുന്നു ഇവന് മന്ദബുദ്ധിയാണ്, ഇവന് പഠിക്കാൻ കഴിവില്ലെന്നൊക്കെ അധ്യാപകരും പറഞ്ഞു. അധ്യാപകരും എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അത്ഭുതം നടന്നിരിക്കുകയാണ്. ഇപ്പം മിടുക്കനാണ് ഈ കുട്ടി. ഹല്ലേലൂയ.